ശ്രീ രാജശേഖരൻ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കും. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പൗലോ സർ, ഉദ്ഘാടകൻ ശ്രീ ചിത്രനന്ദൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഗുരുസ്ഥാനീയരെ, സദസ്സിലുള്ള മാന്യ വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമസ്കാരം. രാജശേഖരനെ സംബന്ധിച്ച് പറയാൻ ഞങ്ങൾ തമ്മിൽ വളരെ കുട്ടിക്കാലം പോലെ, കുട്ടിക്കാലം വെച്ചാൽ കലാമണ്ഡലത്തിൽ രാജശേഖരൻ അധ്യാപകനാവണതിന് മുമ്പ് പോലെ തന്നെ വളരെയധികം ഞങ്ങൾ സ്നേഹത്തിലാണ്, ദുഃഖത്തിലാണ്. അത് ഇന്ന് വരെ തുടർന്നു പോകുന്നുണ്ട്. എൻ്റെ ഈ സുഹൃത്തുക്കളുടെ മുതൽക്കൂട്ടിൽ അത് വലിയൊരു കാര്യമാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രാജശേഖരൻ്റെ വളരെയധികം കൂട്ടുവേഷങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എവിടെ വേഷം ഉണ്ടായാലും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. എവിടെ ഇട്ടിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല, വെച്ചാൽ ഒന്നും മുൻകൂട്ടി പറയലൊന്നുമില്ല. പക്ഷേ എങ്കിലും രാജശേഖരൻ്റെ കൂടെ വേഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് എന്തോ നിശ്ചയില്ലാത്ത ഒരു സുഖം, സന്തോഷം അത് തോന്നാറില്ല. അത് എന്താ ചോദിച്ചാൽ എനിക്കും പറയാൻ വെച്ചില്ല. ഇപ്പൊ രാജശേഖരനോട് ചോദിച്ചാൽ രാജശേഖരൻ നിശ്ചയുണ്ടായിരുന്നില്ല. എങ്കിലും അത്രയധികം ഒരു സുഖം. ആ സുഖം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് രാജശേഖരിൽ നിന്നൊന്നും ഉണ്ടാവില്ല, ആവശ്യമുള്ളതൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തത്തിന്റെ പ്രത്യേകതയായിരിക്കാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും പിന്നെ അദ്ദേഹം ഇപ്പൊ നേരത്തെ കൃഷ്ണകുട്ടിയേട്ടൻ, ചോലൂർ കൃഷ്ണകുട്ടിയേട്ടൻ കൂടെ പറയണ്ടായി, കളരിയിൽ രാജശേഖരനൊന്ന് വേറെയാണ്, അരങ്ങത്ത് രാജശേഖരനൊന്ന് വേറെയാണ്, ഗുരുവായൂർ തൊഴാൻ വരുമ്പോൾ ഒന്ന് വേറെയാണ്. അത് പറഞ്ഞ മാതിരി രാജശേഖരൻ തെക്കൻചിട്ടയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തെക്കൻചിട്ടയുടെ ഗുരുനാഥനാണ്. ഇതൊക്കെയാണെങ്കിൽ വഴിയ അരങ്ങത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രധാനമായിട്ട് എനിക്ക് വടക്കൻചിട്ട ഇല്ലാണ്ട് യാതൊന്നും ഇഷ്ടമില്ല. എന്തെന്നാലും ഈ കൂടി യോജിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ എന്നുള്ളത് ആ പ്രകടനത്തിൽ കൂടി നമുക്ക് മനസ്സിലാവണം. കഥാപാത്രം എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക പറയണം. ആ കാര്യത്തില് തെക്കനും വടക്കനൊന്നുമില്ല, അതൊക്കെ ഒന്നേയുള്ളൂ. അപ്പോ ഇതിനെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാജശേഖരന്റെ ഒരു സംഭാവന കുറച്ചൊന്നുമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കലാമണ്ഡലത്തില് കല്ലുവഴി ചിട്ടപ്രകാരം പാണ്ഡവന്റെ രൂപം, അതുപോലെ പ്രധാനമായിട്ടുള്ള സ്ത്രീവേഷങ്ങൾ ചിട്ടപ്രകാരം ചെല്ലുവാടിക്കുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ഇത് രാജശേഖരൻ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെക്കൻ സമ്പ്രദായ പ്രകാരം ചെയ്യാറുള്ളൂ. അത് വിചാരിച്ചിട്ട് രാജശേഖരന്റെ ആ വേഷം കാണുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓശി ചിത്തി എന്നുണ്ടെങ്കിൽ ഈ എടുത്ത് ചിത്തി ചെയ്യുന്ന ഒരാൾ പറയണത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ രണ്ടിലുണ്ട് സ്ഥാനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കഥാപാത്രത്തിനെ എങ്ങനെ അവതരിപ്പിക്കണം, ഇതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്നുള്ളത് അത് വ്യക്തമാണ്. കൂടുതൽ പറയാൻ ഒരുപാടുണ്ട്, അപ്പൊ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഈ കലാമണ്ഡലത്തില് ഈ രണ്ട് വിഭാഗം, ഇപ്പൊ പ്രിൻസിപ്പളായിട്ട് രാജശേഖരൻ ചുമതല ഏറ്റവും പറഞ്ഞിട്ടുണ്ട്. തെക്കനാണെങ്കിലും വലിയ, വടക്കനാണെങ്കിലും വലിയ, എല്ലാവരോടും വളരെയധികം കൂട്ടിയിണക്കി അദ്ദേഹം ഭരിച്ചു കൊണ്ടുപോകാൻ. രാജശേഖരനെ പോലെ ഇത് മറ്റൊരാൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ എന്റെ അന്വേഷണത്തിന് എല്ലാവർക്കും നല്ല അഭിപ്രായം. അതിപ്പോ തെക്കൻ മാത്രമല്ല, വടക്കരാണെങ്കിലും വലിയ, വടക്കൻ കളരിയിലുള്ളവരാണെങ്കിലും വലിയ, വളരെ നല്ല അഭിപ്രായമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന് സാധിച്ചതിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ പ്രിൻസിപ്പളായിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്, കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഭാവങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ആദരവ് ലഭിച്ചതിൽ അതിയായുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട്, എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും ഞാനൊരു ചെറിയ സ്നേഹോപകാരം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.